നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി. 2025 സ്വർണ്ണക്കൊള്ള കേസിലാണ് പ്രശാന്തിനെ പ്രതി ചേർത്തത്. അന്തരിച്ച ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവാണ് കേസിൽ 1-ാം പ്രതി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 2-ാം പ്രതിയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി 3-ാം പ്രതിയും ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജയകുമാർ 5-ാം പ്രതിയുമാണ്. തന്ത്രി കണ്ഠരര് രാജീവരാണ് കേസിലെ 6-ാം പ്രതി. തിരുവാഭരണ കമ്മീഷണർ രാജിലാലാണ് കേസിലെ 7-ാം പ്രതി. പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേരുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് SIT പറയുന്നത്. പ്രതികൾ ഒത്തുചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ക്രിമിനൽ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതെന്നും SIT പറഞ്ഞു. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾ ചെയ്തതായും SIT പറയുന്നു. 2019 തട്ടിപ്പ് മറയ്ക്കാനാണ് 2025 ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത്. അതിനാൽ 2023 തന്നെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയായി. ഇനി കുറ്റപത്രം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ലാബിലെ പരിശോധനയുടെ അവലോകന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ചിലർക്കെതിരായ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. ബിഗ് ന്യൂസ് ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രശാന്തിനും പാളിയോ? എന്നോടൊപ്പം ഈ 1 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ അഡ്വക്കേറ്റ് അഭിലാഷ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് LDFിൽ നിന്ന്, AK സാദിഖ് രാഷ്ട്രീയ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമാണ്. അദ്ദേഹം ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക്. അഡ്വക്കേറ്റ് അഭിലാഷ്, നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത്. അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ആ മന്ദഗതി ഇപ്പോൾ കാണുന്നില്ല. ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണല്ലോ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ കുറ്റപത്രം ഉടൻ നൽകും. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് PS പ്രശാന്ത് അടക്കം പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതികളാകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ പ്രശാന്തിനും നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ അത് ഇവിടെ അടിവരയിടുകയാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ വെളിവാകുന്ന കൂടുതൽ കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ SIT അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. PS പ്രശാന്തിനും സംഘത്തിനും LDF സർക്കാരിലെ ഭരണസമിതിയാണ് ഇത്തരത്തിൽ വൻ പാളിച്ചയിലേക്ക്, അതായത് തന്റെ കാലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം നേരായ ദിശയിലാണ് സംഭവിച്ചത് എന്നുള്ള PS പ്രശാന്തിന് നേരത്തെയുള്ള ഒരു പ്രതികരണം നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുകയാണ്, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ബുദ്ധി, രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ആദ്യഘട്ടത്തിൽ? ഇവിടെ ഇടതുമുന്നണിയുടെ 2ാമത്തെ ഭരണസമിതിയാണ് ഇപ്പോൾ പ്രതിയാകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണത്തിൽ ഒരു മന്ദഗതി അല്ലെങ്കിൽ മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കാരണം അത് ആ അന്വേഷണവുമായി സുഗമമായി മുന്നോട്ട് പോകാൻ ആ സമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. 2019 അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജാമ്യം കിട്ടുന്നത്, പത്മകുമാർ ഉൾപ്പെടെ, വിജയകുമാർ ഉൾപ്പെടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളുമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രവർത്തനത്തിൽ ഒരു മന്ദഗതി ഉണ്ടായിരുന്നത്. 90 ദിവസം കഴിഞ്ഞ് ഏത് പ്രതിക്കും കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. പക്ഷേ അതിനിടയ്ക്കൊരു കുറ്റപത്രം നൽകി അതിനെ തടയിടുവാനുള്ളൊരു നടപടിയും, ഒരു താൽക്കാലിക കുറ്റപത്രമെങ്കിലും കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിന് തടയിടുവാനുള്ള ഒരു നടപടിയും ഇന്നത്തെയും SITയിൽ നിന്ന്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ ഇടപെടൽ തന്നെയായിരുന്നു. അവർ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടന്നിരുന്നത് എങ്കിലും പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പേടിച്ചിട്ടാണ് അന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. എപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്? 2024 ഈ ദ്വാരപാലക ശില്പമെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥേഷ്ടം പ്രശാന്തിൻ്റെ ഭരണസമിതി കൈമാറിയപ്പോഴാണ് സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് പുറത്തു വരുന്നത്. അപ്പോഴാണ്
ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയാണ്. പത്തനംതിട്ടയിലെ ഒരു ജില്ലാ ജഡ്ജിയായ ശ്രീ ജയകൃഷ്ണൻ അദ്ദേഹത്തിന് വിവരമറിയിക്കാതെ അന്നത്തെ ഭരണസമിതി അംഗങ്ങളും ഭരണസമിതിയും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ദ്വാരപാലക ശില്പമെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പൂജ നടത്തുകയും പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല? സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഇവിടെ നിന്ന് സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പാളികൾ ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്, അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിക്കുന്നത് സ്പെഷ്യൽ ജഡ്ജിയാണ്. അതിലൂടെയാണ് ഇത് പുറത്തു വരുന്നത്. അതിനുശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നും ഹൈക്കോടതി നിയമിക്കുന്നതും. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കൈകളാണ് കെട്ടപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിൽ യാതൊരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. അതിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷം ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല. അതെല്ലാം തന്നെ അന്നത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. അങ്ങനെയാണല്ലോ പത്മകുമാറിനെ ഈ പാർട്ടിയിൽ നിന്നും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവാൻ പോലും തയ്യാറായില്ല. അവസാനം പുറത്താക്കാൻ പോകുന്നു എന്നൊരു വർത്തമാനമുണ്ടായപ്പോൾ പത്മകുമാർ പറഞ്ഞു, പുറത്താക്കിക്കോ, കുഴപ്പമില്ല, ഞാനൊരു പുസ്തകം എഴുതാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്താക്കിക്കോ, കുഴപ്പമില്ല. ശബരിമലയിൽ എന്താണ് നടന്നത്, ഏത് ഉന്നതനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ശബരിമലയെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ ഏത് ഉന്നതനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉൾപ്പെടെയുള്ളതിൽ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് നടത്തിയ ഉന്നതൻ്റെ ഇടപെടൽ ആരാണ്, ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഗൂഢാലോചന നടത്തിയത് ആരാണ്, ഗൂഢാലോചന നടത്തിയതിൻ്റെ അന്നേ ദിവസം എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് വരുത്തിയത് ആരാണ്, ആരുടെ ഓഫീസിൽ നിന്നുള്ള ഫോൺ കോളിലാണ് ഞാൻ അന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴേക്കും പത്മകുമാറിനെ എന്തോ പറഞ്ഞതുപോലെ നൈസായിട്ടൊന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഇത്രയും വിവാദമുണ്ടായിട്ടും പത്മകുമാറിനെതിരെ ഒരു നടപടി ഈ കഴിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നതിന് ഏകദേശം 7-8 മാസം എടുത്തു. എന്നിട്ടും നൈസായിട്ട് ഏതോ ഒരു പത്രമാധ്യമം എഴുതിയ പോലെ ചെറുതായിട്ടൊന്ന് പുറത്താക്കി ചെറുതായിട്ടൊന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പത്മകുമാറിനെ അന്നത്തെ ഭരണ നേതൃത്വത്തിന് പേടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് പേടിയാണ് എന്നിപ്പോഴും വ്യക്തമാണ്. അതുപോലെ തന്നെ വിജയകുമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ അവർ ഇന്നും പാർട്ടിയിൽ തുടരുകയാണ്, പാർട്ടി അംഗങ്ങളായി തുടരുകയാണ്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബന്ധപ്പെട്ട് അന്നത്തെ ഭരണ നേതൃത്വത്തിന് ശബരിമല കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ഭരണസമിതി ചെയ്ത കാര്യം അടുത്ത ഭരണസമിതി അതിനെ കുറച്ചുകൂടെ വെള്ളപൂശുന്നതിന് വേണ്ടി, അതിലെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതിലാണ് പ്രശാന്തും പ്രതിയാകാൻ പോകുന്നത്. നേരാവണ്ണം അന്വേഷിച്ചിരുന്നുവെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രശാന്ത് നേരത്തെ തന്നെ 2025 ഒക്ടോബർ മാസത്തിൽ തന്നെ പ്രതിയാകേണ്ടതായിരുന്നു. അന്നത്തെ ഭരണ നേതൃത്വത്തിൻ്റെ പിണറായി വിജയൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് പ്രശാന്ത് പ്രതിയാകാതെ ഇത്രയും നാൾ കഴിഞ്ഞു പോയത്. വ്യക്തമായ അന്വേഷണം നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉൾപ്പെടെ ഇതിൽ പ്രതിയാവും മേഘ. ശരി, വ്യക്തമാണ്. ഞാൻ അങ്ങിലേക്ക് വരികയും ചെയ്യാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, പ്രതിരോധങ്ങൾ ഒന്നൊന്നായി പാളുകയാണ്. എ പത്മകുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നതും അദ്ദേഹത്തിനെതിരെ നടപടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ അടുത്ത നിങ്ങളുടെ കാലത്തുള്ള അല്ലെങ്കിൽ ഭരണസമിതിയിൽപ്പെട്ട PS പ്രശാന്തിലേക്കും അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ മറ്റ് ആളുകളും PS പ്രശാന്ത് ഉൾപ്പെടെ 7 പേരാണല്ലോ പ്രതി ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും SIT വ്യക്തമാക്കുകയാണ്. അപ്പോൾ പ്രതിരോധങ്ങൾ ഒന്നൊന്നായി പൊളിയുന്ന സാഹചര്യം, ഈ സ്വർണ്ണപ്പാളിയിലെ ചെമ്പ് തെളിയുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമല്ലേ ഉള്ളത്? നോക്കൂ മേഘ, ഇവിടെ CPM എന്തിനാണ് പ്രതിരോധത്തിലാക്കുന്നത്? അല്ല, CPM പ്രതിരോധത്തിലാക്കുന്നത്. നോക്കൂ, ദേവസ്വമുള്ള CPM ഒരു നോമിനിയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ നിന്നും ആളുകളെ അതിൻ്റെ ബോർഡ് മെമ്പർമാരായിട്ട് എടുത്തിട്ടുണ്ട്.
നോക്കൂ, ഇത് CPM ഒന്നും ആരെയും സംരക്ഷിച്ചിട്ടൊന്നുമില്ല. CPM സംരക്ഷിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, CPM ഞാൻ ഒരു കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അഭിലാഷ് ഇവിടെ പറയുന്നത് SITയുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ SITയുടെ കൈകാലുകൾ ബന്ധസ്ഥനായി കഴിഞ്ഞ മന്ത്രിസഭയിട്ടിരുന്നു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ SIT കൊടുത്തിട്ട് പ്രശാന്തിനെയും കൂടി പ്രതിയാക്കിയിട്ടുള്ള 7 പേരെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ നമ്മളിപ്പം പറയുകയാണ് അത് രാഷ്ട്രീയ അദ്ദേഹം അതല്ലേ പറയുന്നത്. തുടക്കത്തിൽ ചോദിച്ചല്ലോ, CPM ആകരായ ആളുകളാണ് മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിനകത്ത് പോയത്. CPM-കാരാണ്. അല്ല, ഞാനൊരു കാര്യം പറ്റും. ഇപ്പൊ തന്ത്രി CPM-കാരാണോ? ആണോ? നിങ്ങൾ ഈ പറയുന്നതിൽ ഞാൻ ഒരു കാര്യം പത്മകുമാർ ആയിരുന്നാലും പ്രശാന്ത് ആയിരുന്നാലും അല്ലെങ്കിൽ അന്നത്തെ വിജയകുമാർ ആയിരുന്നാലും ഇപ്പം മുരാരി ഇപ്പം അദ്ദേഹം ഇല്ല. ബാക്കിയുള്ള ആരായിരുന്നാലും ശരി തന്നെ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന LDF-ന്റെ നയം. അതിന് ആരെയും ബന്ധസ്ഥാനത്തേക്ക് ഒന്നും ആയിട്ടില്ല. നോക്കൂ, SIT രൂപീകരിച്ചത് CPM ആണോ? അല്ലല്ലോ. കേരള ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതി ബെഞ്ചാണ് SIT രൂപീകരിച്ചത്. അവരാണ് ഇപ്പോൾ ഈ കുറ്റപത്രം. നേരത്തെ ഇതൊന്നും പ്രശാന്തിൻ്റെ പേരില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ആരായിരുന്നാലും ശരി തന്നെ അങ്ങനെ ഒരു സ്വർണ്ണപ്പാളിയെന്ന് സ്വർണ്ണം കൊണ്ട് ഇപ്പം വേറൊരു കേസ് സ്വർണത്തിൻ്റെ മാറ്റുരയ്ക്കാനും വേണ്ടിയല്ല പല ലാബറട്ടറിയിലും പോയല്ലോ. അതെന്തായി? ആരോപിതൻ എന്ന് ചേർത്ത് പിടിച്ചവർ ഈ വിഷയത്തിൽ മറുപടി പറയണ്ടേ? പത്മകുമാറിന്റെ വിഷയത്തിൽ എന്താണ് കുറ്റാരോപിതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല എന്നതായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തെളിയിച്ചില്ല, കോടതിയിൽ തെളിയിച്ചില്ല എന്ന കാരണത്താലാണല്ലോ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി നീട്ടിക്കൊണ്ടുപോയത്. ഒടുവിൽ P. രാജീവ് ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുകയാണ്, മലപ്പുറത്താണ്, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുകയാണ് അതിൽ വലിയ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയാണ്. ആ നടപടി വൈകിയതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല, ഞാൻ പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ന്യായീകരിക്കുന്ന ഒരു സംവിധാനമൊന്നും CPM അതിന് അനുകൂലിച്ചിട്ടില്ലല്ലോ. ആര് തെറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റിനിലേക്ക് ഇത് കൊണ്ടുപോകണം. ഒരു സംശയമില്ല. ഇപ്പോൾ ഇന്ന് പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം വളരെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം സുതാര്യമായാണ്. അത് നേരത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു പ്രയർ ഇത് നോളജ് ഇല്ലാതെ ഈ പ്രസിഡന്റുമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം മുരാരി ബാബു ആയിരുന്നാലും അല്ലെങ്കിൽ അവിടത്തുള്ള ഈ കൊണ്ടുപോയിട്ടുള്ള പോറ്റി ആയിരുന്നാലും ശരി തന്നെ ഈ പാളികളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് പാളിച്ച പറ്റിയിട്ടുണ്ട്, ആ പാളിച്ചയിൽ എവിടെയാണ് വന്നിട്ടുള്ളത്, ആരിൽ നിന്നാണ് വന്നിട്ടുണ്ട്, ആ നടപടികൾ നമുക്ക് തിരിച്ച് കോടതി തീരുമാനിക്കത്തന്നെ. ആ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ മേഘത്തെ ഇത് പറയണം, അന്നും പറയാൻ ഇന്നും പറയാൻ ഒരു കാരണവശാലും ഈ പത്മകുമാർ പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്, നടപടിയില്ല. ഒടുവിൽ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്, അതായത് ഒരു പുസ്തകം ഇറക്കും എന്ന് പറഞ്ഞ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പത്മകുമാർ. പാർട്ടിയിലെ ഉന്നതന്റെ ഇടപെടൽ മൂലം അദ്ദേഹത്തിനുള്ള നടപടി, ശിക്ഷാ നടപടി, തലേ ദിവസം വലിയ തരത്തിൽ വലിയ റിപ്പോർട്ടുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ വലിയ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെന്ത് മാധ്യമങ്ങളല്ലേ അതൊക്കെ സൃഷ്ടിച്ചത്? അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന കമ്മിറ്റിന്നോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിന്ന് അങ്ങനെ ആരും വന്നിട്ടുണ്ടോ? അത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നും പറയാന് അദ്ദേഹത്തിനെതിരെയായിട്ട് കോടതി എന്തെങ്കിലും നടപടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും, ഒരു സംശയമില്ല. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണല്ലോ പത്മകുമാർ ജയിലിനുള്ളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടായിരുന്നു നടപടി എടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം കുറ്റാരോപിതർ മാത്രമാണ്. കുറ്റാരോപിതനെതിരായിട്ട് നടപടിയെടുക്കാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത്. പണ്ട് നമ്മളെ ചാര കേസ് എന്ന് നിങ്ങൾക്ക് അറിയാല്, ചാര കേസിൽ നമ്പിനാരായണന് എന്തെല്ലാം പിന്നീട് CPM പറയുകയാണ്, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുകയാണ്, മലപ്പുറത്ത് ഒരു സമ്മേളനത്തിൽ പറയുകയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം പറയുകയാണ് നടപടി വൈകിപ്പിച്ചതിൽ അത് വലിയൊരു അപരാധമായി പോയി എന്ന് P. രാജീവ് പറയുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ
പറയുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താണ് ആ നടപടി എന്ന് വെച്ചാൽ കുറച്ചും കൂടി സുതാര്യമായി നടത്തണമെന്ന് വെച്ചാൽ സസ്പെൻഷൻ അന്നേ നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, സാങ്കേതികത്വത്തിൽ തൂങ്ങിക്കിടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു പി രാജീവ് പറഞ്ഞത്. നടപടിയെടുക്കാൻ വൈകി എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം വിളിച്ചു പറഞ്ഞാൽ എന്താണ് കാര്യം എന്താണ്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അന്നും ഇന്നും നമ്മൾ പറയുകയാണ് LDF സംബന്ധിച്ച് അല്ലെങ്കിൽ CPM സംബന്ധിച്ച് ഏതാളുകളാണോ അതിൽ കുറ്റ ആരോപണം അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളത് ഒരു സംരക്ഷിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഒരു പത്മകുമാറിനെ ചെറിയ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുക സാങ്കേതികത്വത്തിൽ തൂങ്ങിക്കിടക്കാൻ കഴിയില്ലായിരുന്നു, പാടില്ലായിരുന്നു എന്ന് പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, CPM സംബന്ധിച്ച് CPM ഒരു കേരള സംബന്ധിച്ച് ഒരു മെമ്പറിനെ സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വലിയ നടപടിക്രമങ്ങളിൽ ഒന്നാണ്. പാർട്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആരോപണങ്ങൾ വരുന്നവരെല്ലാം മാറ്റി ഈ പാർട്ടിക്കകത്ത് നേതാക്കന്മാരുണ്ടോ അല്ലെങ്കിൽ പാർട്ടി പുറത്ത് വരികയാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അത് വസ്തു ഞാൻ പറയട്ടെ, ഇപ്പൊ കോടതി പത്മകുമാറിന്റെ ഇൻവോൾവ്മെന്റ് പറയട്ടെ. തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ കൈകൾ എന്താണ് PS പ്രശാന്ത് പറഞ്ഞത് തുടക്ക സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ പ്രതിഷേധമാകുന്ന സാഹചര്യത്തിൽ വലിയ ചർച്ചയാകുന്ന സമയത്ത് എന്താണ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന PS പ്രശാന്ത് പറഞ്ഞത് എന്താണ്? തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ കാലത്തോ തന്റെ സമയത്തോ ഒരു തരത്തിലും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് PS പ്രശാന്ത് പറയുന്ന ഇടത്താണ് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം SIT ഇതുപോലെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. PS പ്രശാന്ത് അടക്കമുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നു 2019 കാര്യം മറച്ചുവെക്കാൻ. പിന്നീട് അങ്ങോട്ട് 2023 ഗൂഢാലോചന നടത്തി, 2025 അത് നടപ്പിലാക്കിയെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് അത്ര കണ്ട് ലഘൂകരിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്നത് പോലെ. അല്ല, ഞാൻ ഒരു കാര്യം പറ്റി പ്രശാന്ത് ഇന്ന് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾക്ക് എതിരായിട്ട് ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടില്ല എന്നുണ്ട്. ഹൈക്കോടതിയെ അറിയിച്ചിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഇത് ഈ പ്രിമൈസസിൻ്റെ അകത്ത് വെച്ച് ഇത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ ചെന്നൈയിൽ കൊടുത്തിട്ട് പോയാൽ തെറ്റാണ്. മനസ്സിലായില്ല? അത് അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന് മുൻപരിചയമൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞത്. ഇപ്പം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്. PS പ്രശാന്ത് വരുന്ന ആ കാലയളവിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അധികാരമേൽക്കുന്ന ആ കാലയളവിൽ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ നോക്കൂ, ഒരു വാറണ്ടിയുള്ള ഒരു സ്വർണം പൂച്ച് ചെയ്ത് ആ വാറണ്ടിയുള്ള ഇത് തിരികെ പോകാൻ ഇത് നടത്തണമെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 15 ലക്ഷം രൂപ വരെ അധിക ചിലവ് വരുന്നു. അത് മാറ്റാൻ വേണ്ടിയാണ് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിൻ്റെ തെറ്റിന് വരും. അപ്പോൾ അദ്ദേഹം പറയട്ടെ, അത് കോടതിയിൽ പറയട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ AK സാദിഖ്, നോക്കൂ, ഹൈക്കോടതി ഉത്തരവിൽ തന്നെ നേരത്തെ ഈ PS പ്രശാന്തിനെ സംശയനിഴലിലാക്കിക്കൊണ്ട് വലിയ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് 2025 2024 അല്ല ഈ നീക്കം നടന്നത് ദ്വാരപാലക പാളി അടക്കം അത്തരത്തിൽ ഈ നിയമ സംവിധാനങ്ങളെ വീണ്ടും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർണം ഈ പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ രീതിയിൽ പാളികൾ കൊണ്ടുപോയത് വലിയ തെറ്റായി പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട്. നോക്കൂ, ഇവിടെ ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘം SIT നൽകിയ റിപ്പോർട്ടിൽ പറയുകയാണ് 2023 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന തുടങ്ങിയിരുന്നു, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി എന്നുള്ളതാണ്. തട്ടിപ്പ് മറയ്ക്കാനാണ് ഇത്തരത്തിൽ ഈ പാളികളിൽ സ്വർണം പൂശി എന്നുള്ള കാര്യം കൂടി ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്. എത്രത്തോളം ഇനി എത്ര കണ്ട് ഇതിനെ CPM-ന് LDF-ന് ലഘൂകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിഷയം. ഇവർ പറഞ്ഞതൊന്നും ആയിരുന്നില്ല. PS പ്രശാന്ത് ഈ കാലയളവിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത് അല്പസമയം മുൻപ് ഇത് പുറത്തേക്ക് വന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായല്ലോ. അപ്പോൾ പറയുകയാണ് ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ റിപ്പോർട്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം കേരളത്തിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം 2025 ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യത്തെ അറസ്റ്റ്. ആ അറസ്റ്റിന് ശേഷം ഇപ്പോൾ 9 മാസമായിരിക്കുന്നു. അന്ന് 2 കേസുകളാണ് എടുത്തിരുന്നത്, 3700-ഉം 3701 ക്രൈം നമ്പർ. ഇപ്പോൾ ഇതാ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണത്തിൽ നിന്ന് പോയെങ്കിലും ആ കാലഘട്ടങ്ങളിൽ നടന്ന
കാര്യങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. മൂന്നാമതൊരു കേസും കൂടി ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ദേവസ്വം ബോർഡ് സമിതികളും ഈ കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇനി അങ്ങോട്ട് പ്രതിയായി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ വ്യക്തിയും എല്ലാം ഈ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണത്തിൽ നിയമിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യത്തിൽ സാംസ്കാരിക കേരളത്തിന് തലകുനിക്കാം, ഇടതുപക്ഷത്തിന് അഭിമാനിക്കാം. ഇത് PSCയിൽ ദേവസ്വം ബോർഡിൽ മാത്രമായി നിൽക്കുന്നില്ല. ഇന്ന് ഏറ്റവും വലിയൊരു വാർത്തയുണ്ടല്ലോ, ഇടതുപക്ഷം നിയമിക്കുന്ന ദേവസ്വം ബോർഡായാലും പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും എല്ലാം അടിച്ചു മാറ്റല. ദേവസ്വം ബോർഡിൽ സ്വർണ്ണമാണ് അടിച്ചു മാറ്റുന്നെങ്കിൽ PSC 58 മാർക്കാണ് അടിച്ചു മാറ്റിയത്. 100 മാർക്കുള്ള പരീക്ഷയ്ക്ക് 58 മാർക്ക് അടിച്ചു മാറ്റി 42 മാർക്കിൽ ഉത്തരവിട്ട് കൊടുക്കുന്നു. സഖാവിനെ 1ാം റാങ്ക് കൊടുത്ത് നിയമിക്കുന്നു. അപ്പോൾ അതും ഗൂഢാലോചനയാണ്. അപ്പോൾ ഒരു ഭരണം കിട്ടിയപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, SIT പറയുന്നു, കോടതിയും പറയുന്നു. ഈ കോടതിയെ നിയമിച്ചത് കോൺഗ്രസോ UDF അല്ല, ഈ SITയെ നിയമിച്ചതും UDF അല്ല. അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഒന്നും ഈ പുതിയ UDF ഗവൺമെൻറ് നിയമിച്ചതല്ല. മിനിമം അതെങ്കിലും സമ്മതിക്കണം. പക്ഷേ ശ്രീ PS പ്രശാന്തിൻ്റെ ഒരു പത്രസമ്മേളനം നമ്മളൊക്കെ കണ്ടുവല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം എന്താ? ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. SIT കണ്ടെത്തി കോടതി അനുവാദം കൊടുത്ത് പ്രതിസ്ഥാനത്ത് നിർത്തി കേസെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന. അവിടെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ആരാണ് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത്? ഒന്നുകിൽ ഇടതുപക്ഷം അവരുടെ പഴയ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പഴയ കോൺഗ്രസ്സുകാരനായ PS പ്രശാന്തിനെതിരെ ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തുറന്നു പറയണം. അതല്ലെങ്കിൽ SITയിലെ ഉദ്യോഗസ്ഥരും കോടതിയും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയണം. ഇത് രണ്ടും അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. അപ്പോൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ രക്ഷപ്പെടാൻ വേണ്ടി എന്തും പറയാം എന്നുള്ള നിലയിൽ പറയാമെന്നല്ലാതെ ഇതൊന്നും തെളിയിക്കാൻ കഴിയുകയില്ല. ഇവിടെ SIT കൃത്യമായി പറഞ്ഞിരിക്കുന്ന എന്താ? ADGP വെങ്കടേഷിൻ്റെയും SP ശശിധരൻ അവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലുള്ള ഒരു കൃത്യമായ കണ്ടെത്തലുകളാണ് നടത്തി കൊടുത്തിരിക്കുന്നത്. പറഞ്ഞത്, ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ചുമതലയേറ്റ 2023 നവംബർ 13 മുതൽ ആ ചാർജ് എടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തെ പോയി പരിചയപ്പെടുന്നു. അദ്ദേഹവും പറയുന്നു, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റൂമിൽ വെച്ച് പരിചയപ്പെട്ടു എന്ന്. ഇവിടെ മേഘ നോക്കൂ, കഴിഞ്ഞ 2 കേസുകളിൽ പ്രതിയായ 3-4 പേർ ഈ കേസിലും പ്രതികളാണ്. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ 1ാം സ്വർണ്ണക്കൊള്ള, 2ാം സ്വർണ്ണക്കൊള്ള, 3ാം സ്വർണ്ണക്കൊള്ള എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. 2019 അവിടെ നിന്നും ഇത് പുറത്തു കൊണ്ടുപോയി ട്രിപ്പിംഗ് സൊല്യൂഷൻ എന്ന പദ്ധതിയിലൂടെ ആ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. എന്നിട്ട് അവിടെ വെച്ച് ഒരു കൃത്രിമ വാറൻറ്റി ഉണ്ടാക്കി. അത് കൃത്രിമ രേഖയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി SIT കണ്ടെത്തി. കാരണം 40 കൊല്ലത്തേക്കുള്ള വാറൻറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആരും സംശയിക്കില്ലല്ലോ. പക്ഷേ ആ വാറൻറ്റി ഉണ്ടെന്ന് പറഞ്ഞത് 1 വർഷം കഴിഞ്ഞപ്പോൾ കൃത്യം ചെമ്പ് തെളിഞ്ഞു, കള്ളം വെളിയിൽ വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ മറച്ചു വെക്കാൻ, അതായത് 2019 ഒറിജിനൽ ഏറ്റവും വലിയ കൊള്ള മറച്ചു വെക്കുവാൻ അടുത്ത ഗൂഢാലോചന 2023 നവംബർ 13 ശ്രീ പ്രശാന്ത് ചാർജ് എടുത്ത അന്ന് മുതൽ ആ ഗൂഢാലോചന നടന്നു. ഒരുപക്ഷെ ഗൂഢാലോചനയുടെ ആദ്യ ഭാഗത്ത് ഈ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാക്കിയുള്ളവരുവേ കാണൂ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്രശാന്തും അതിനകത്ത് പങ്കാളിയാകുന്നു. എന്നിട്ട് അദ്ദേഹം ആകെ പറയുന്നത് എന്താ? ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണെന്നാണ്. എൻ്റെ ഒരു ഏറ്റവും ലളിതമായ ഒരു സംശയം, ഇങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരുടെ തലയിലാണെങ്കിൽ ഈ ദേവസ്വം ബോർഡെന്നും പറഞ്ഞൊക്കെ എന്തിനാണ് ഇവരെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്? പഴയ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പാലാരിവട്ടം പാലത്തിൻ്റെ മേളിൽ ടാറ് ഇളകിയപ്പോൾ മന്ത്രിയെ പിടിച്ച് ജയിലിലിടണം. അതേസമയം ഇപ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ തിരുവാഭരണം കമ്മീഷണറോ ഇവരൊക്കെയാണ് കുറ്റവാളികൾ. ഇതിൻ്റെ പേരാണ് ഇരട്ടത്താപ്പ്, ഇരട്ടത്തയം.
ഇത് CPMൻ്റെ കൂടപ്പിറപ്പാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ഭരിക്കുമ്പോൾ എന്ത് ചെറിയ കുറ്റം വന്നാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമാധാനം പറയണമെന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ്. ഇവിടെ നോക്കൂ, ഈ സ്വർണം അത് 2019 ആരംഭിച്ച് 2025 വരെ വന്ന് നിൽക്കുകയാണ്. ഇത് കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ ആകെ കൂടി പ്രശാന്തിന് വേണ്ടി വന്നാൽ പറഞ്ഞു നിൽക്കാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്തില്ല. വേണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ നേരിട്ട് കൊടുക്കുന്നത് എന്തിനാ? ഇവർ ഇത്രയും കൂടെ ഗൂഢാലോചനയായിട്ടൊരു സംഘമാണെങ്കിൽ ഇത് തിരുവാഭരണം കമ്മീഷണറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ പുറവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയല്ലേ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഈ ആളുകളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം അങ്ങോട്ട് ന്യായീകരിക്കുമ്പോൾ കേൾക്കുന്നവരും പിന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ദൗർഭാഗ്യവശാൽ വിധിക്കപ്പെട്ട ഹതഭാഗ്യവാന്മാരും. നോക്കൂ, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നവരെ ക്രിമിനലുകൾ വരെ ന്യായീകരിക്കേണ്ടി വരുന്ന മാന്യന്മാരായ ആ ഇടതുപക്ഷ അനുഭാവികളായി പോയി എന്ന് ഒറ്റ കാരണം കൊണ്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വരുന്നവരുടെ ആ ദയനീയ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ ധർമ്മസങ്കടത്തിലാണ്. ഇതിനെ ന്യായീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ന്യായീകരിച്ചാൽ ആ ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെടും, അയ്യപ്പൻ്റെ ശിക്ഷയും കിട്ടുമെന്നുള്ളത് ഈ ന്യായീകരിക്കാൻ പോകുന്നവർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നോക്കൂ, 7 പ്രതികൾ, 7 പ്രതികളിൽ 4 പേർ പഴയ പ്രതികളാണ്. അവർ നേരത്തെ ഉള്ള 2 കേസിലും പ്രതികളാണ്. നമ്മൾ പറയുമല്ലോ സ്ഥിരം കുഴപ്പക്കാർ. ആ സ്ഥിരം കുഴപ്പക്കാരുടെ കൂടെ ഇതൊക്കെ രണ്ടാമതും കൊടുത്ത് വിട്ടതിൻ്റെ പ്രതിസ്ഥാനത്താണ് പ്രശാന്ത് വരുന്നത്. അദ്ദേഹത്തിന് ധാർമ്മികമായും നിയമപരമായും ഒന്നും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിനും CPMനും ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഉപ്പ് തിന്നവരുണ്ട്, വെള്ളം കുടിക്കും, മടിയിൽ കനമുള്ളവരുണ്ട്, അവർ വഴിയിൽ ഭയക്കുകയും ചെയ്യണം. ഓക്കെ, ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് അഭിലാഷ്, ഇത് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണം എന്നുള്ളത് മനസ്സാവുകളിലേക്കാണോ അന്വേഷണം ചെന്ന് നീങ്ങുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒപ്പം ഈ PS പ്രശാന്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയ പ്രേരിതമാണ്, ഉദ്യോഗസ്ഥർക്ക് തന്നോട് വൈരാഗ്യമുണ്ട്, ഒപ്പം മുഖ്യമന്ത്രിയെയും ഇത്തരത്തിൽ വലിയ ആരോപണത്തിൽപ്പെടുത്താൻ PS പ്രശാന്ത് ശ്രമിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് SITയുടെ അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ ഈ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ SITയുടെ റിപ്പോർട്ട് പോലും കാണിക്കേണ്ട ഒരു സാഹചര്യം വരരുത്, ഉണ്ടാവരുത് എന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അതൊക്കെ പോട്ടെ. ഒപ്പം ഈ PS പ്രശാന്തിനെ പ്രതി ചേർക്കുന്ന ആ സമയത്താണ് ഈ രാഷ്ട്രീയ ആരോപണം PS പ്രശാന്തിന് ഉണ്ടാവുന്നത്. അതിന് തൊട്ടു മുൻപ് വരെ PS പ്രശാന്തിന് SITക്കെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് അപ്പോൾ ഈ PS പ്രശാന്തിന്റെ ഈ പ്രതികരണം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടോ? ഒരു കാര്യം കൂടി, അതായത് ഈ PS പ്രശാന്ത് പറയുകയാണ് താൻ കൊടുത്ത രേഖകൾ പ്രകാരമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഈ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുക. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെയോ PS പ്രശാന്തിന്റെയോ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. അതായത് ഹൈക്കോടതി നിയോഗിച്ച ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തെളിഞ്ഞു വന്ന സാഹചര്യങ്ങളാണ്. അല്ലെങ്കിൽ അല്ലാതെ ഇവർക്ക് എന്ത് ഈ രേഖയിന്മേലാണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നത് എന്നൊക്കെ പറയുന്നത് അത് ഏതർത്ഥത്തിലാണ് എടുക്കേണ്ടത്? ഇവിടെ പ്രശാന്തിന്റെ ആരോപണം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. സംഭവം വെളിച്ചത്തായപ്പോഴേക്കും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചപ്പോൾ അവസാനം കണ്ടെത്തിയ ഒരു ആരോപണം രാഷ്ട്രീയമായി പുതിയ UDFന്റെ ഗവൺമെൻറ് പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടു എന്നാണ് പ്രശാന്ത് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മേഘയെ, നേരാവണ്ണം അന്വേഷിച്ചിരുന്നുവെങ്കിൽ 2025 ഒക്ടോബർ മാസത്ത് തന്നെ പ്രശാന്തിൻ്റെ പങ്ക് ഇതിൽ തെളിവാണ്. കാരണം 2019 കൊള്ള, ആ കൊള്ള മറച്ചു വെക്കാൻ വേണ്ടി 2023 തുടങ്ങി 25 അവസാനിച്ചു. കാരണം 23 മുതൽ പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ചാർജ് എടുത്തുന്നത് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രശാന്തിൻ്റെ പുറകെ ഉണ്ട്. കാരണം അതിനുശേഷം ആ കാലഘട്ടം മുതൽ തന്നെ ദ്വാരപാലക ശില്പത്തിൻ്റെ നിറവ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ്. SIT പറഞ്ഞ യാഥാർത്ഥ്യമാണ്, ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. 19 നടന്ന വലിയൊരു കൊള്ള മറച്ചു വയ്ക്കുവാൻ വേണ്ടി വീണ്ടും ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളവ ഒന്നുകൂടെ സ്വർണം പൂശുവാൻ വേണ്ടി കൊടുത്തയച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. അതിന് വ്യക്തമായ കൂട്ട് നിന്നത്
പ്രശാന്താണ്. പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്നും ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായ പങ്ക് PS പ്രശാന്തിന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ PS പ്രശാന്തിൻ്റെ എൻ്റെ സുഹൃത്ത് വക്കീൽ പറഞ്ഞത്, വസന്ത് പറഞ്ഞത്, PS പ്രശാന്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. ദേവസ്വം മാനുവൽ ഉണ്ട് വസന്ത് വക്കീലെ, അതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രിമിസിസിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലും അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമെങ്കിൽ ശബരിമലയിൽ അവിടെ വച്ച് തന്നെ പ്രിമിസിസിൽ വച്ച് തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. പക്ഷേ ഇതെന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം കൊടുത്തയച്ചത്? ഇത് ദ്വാരപാലക ശില്പം എന്തിനാണ് പുറത്തേക്ക് കൊടുത്തയച്ചത്? അപ്പോൾ ഇതിലെല്ലാം ഒരു ഗൂഢാലോചനയുണ്ട്. വ്യക്തമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ അന്നത്തെ മന്ത്രിമാർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും. കൃത്യമായ അന്വേഷണത്തിൽ ഇതെല്ലാം വെളിവാകും. ഇവിടെ പ്രശാന്തിനെ അങ്ങനെ അങ്ങ് വെള്ള പൂശുമ്പോൾ ഒരു അയ്യപ്പ സംഗമം നടന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ആ അയ്യപ്പ സംഗമത്തിൽ ആദ്യത്തെ കണക്ക് 12 കോടി രൂപയാണ്. 12 കോടി ഊരാളുങ്ക സൊസൈറ്റി ചെയ്തത് 12 കോടി. പിന്നെ ഹൈക്കോടതിയിൽ കണക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനെ 8 കോടിയാക്കി. ഇപ്പോഴും ജയകുമാർ IAS ജയകുമാർ ഇതിൽ കണക്ക് വ്യക്തമായി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ 5 കോടിയാക്കുവാനും 4 കോടി കൊടുക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഇല്ലാത്ത ഭജന സംഘത്തിൻ്റെ പേരിൽ വരെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതാണ് ഈ ഭരണസമിതി, അന്നത്തെ ഭരണസമിതി. ആ ഭരണസമിതി ചെയ്ത കുറ്റം പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാം, കണക്കുകൾ എങ്ങനെ ഊരാളങ്ങളുമായി സെറ്റിൽ ചെയ്യാമെന്ന് ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവരുടെ പാർട്ടിയിൽ നിന്ന് വെക്കാനില്ല. കാരണം എന്തുവാ? അവർക്ക് വിശ്വാസമില്ല. ജയകുമാരൻ പഴയ IAS ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാരനെ വെച്ച എന്തുവാ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രവർത്തകരെയോ നേതാക്കളെയോ വിശ്വാസമില്ല. കാരണം ആര് കയറിയാലും അയ്യപ്പൻ്റെ മുതലായാലും ശരി, ആരുടെ സ്വർണ്ണമായാലും ശരി, അവിടെ എല്ലാം കക്കും എന്നുള്ള വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് പുറത്തുനിന്ന് ഒരാളെ അവസാനം മുഖ്യമന്ത്രി വെച്ചത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്. അതിലെ മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ TN വാസവൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടാവണം. കാരണം ഇവരൊന്നും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2019-ലും 2025-ലും എന്തുകൊണ്ടാണ് ദ്വാരപാലക ശില്പവും കട്ടടപ്പള്ളിയും അവിടുത്തെ സ്വർണവുമെല്ലാം പാളിയുമെല്ലാം കൊടുത്തയച്ചത്? ഇത് ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ നടക്കുമോ ഇത്തരം കാര്യങ്ങൾ? അതിനെ ലഘൂകരിച്ചുകൊണ്ട് ഇന്നും വൻപൻ സ്രാവുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അവിടെയും ചില മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. വ്യക്തമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ മന്ത്രിമാരിലേക്ക് ഇത് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രമേ യഥാർത്ഥ കുറ്റപത്രം നൽകിയുമ്പോൾ മാത്രമേ ഇവരെല്ലാവരും അതിൽ പ്രതികളാവുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും കൂടി അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുത്തില്ലേ? എല്ലാ പ്രതികളും പുറത്തായില്ലേ? ഒരു താൽക്കാലിക കുറ്റപത്രം, വസന്ത് വക്കീലാണല്ലോ, ഒരു താൽക്കാലിക കുറ്റപത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പത്മകുമാറിനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർക്കെങ്കിലും ജയിൽ കടന്ന് വിചാരണ നേരിടുമായിരുന്നല്ലോ. രണ്ട് ക്രിമിനൽ കേസുണ്ടല്ലോ, 2 FIR-ല്ലേ? ഏതെങ്കിലും ഒന്നിലെങ്കിലും കുറ്റപത്രം കൊടുക്കുവാൻ, താൽക്കാലിക കുറ്റപത്രം കൊടുക്കുവാൻ പോലും അന്നത്തെ SIT തയ്യാറായില്ല. അന്ന് രാഷ്ട്രീയപരമായി അവസാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുവാൻ SITയെ ഉപയോഗിച്ചു. അതിൽ ഗവൺമെൻറ് വിജയിച്ചു. അതിനുശേഷമുള്ള അന്വേഷണങ്ങൾ മന്ദഗതിയിലാണ് പോയത്. ഇപ്പോൾ SITക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവർ ചിറവ് ഉയർത്തി പറക്കുകയാണ്. അതിൻ്റെ അന്വേഷണത്തിലാണ്, നേരത്തെയുള്ള അന്വേഷണത്തിലുള്ള വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വിട്ടിരിക്കുന്നത്. ഇനിയും ഇതിൽ ചില കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേഘ, ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇതിൽ കൂടുതൽ പ്രതികൾ, അതായത് കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതായത് PS പ്രശാന്ത് പറയുകയാണ്, PS പ്രശാന്തിനെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ പ്രതികളാണ്. 2019-ൽ ഈ നടത്തിയത് തോന്നിവാസമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം നോക്കൂ. 2019-ലെ ആ കേസിലെ ആളുകളെല്ലാം പ്രതികളാണ് എന്നുകൂടി പ്രതികരണം PS പ്രശാന്ത് നൽകിയ മാധ്യമങ്ങളിൽ നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാവുകയാണ്. 6 കൊല്ലം ശബരിമലയിൽ സന്നിധാനത്ത് നടന്നത് എന്നുള്ളത്, അതായത് അക്രമ കൊള്ളയാണ്. ഈ PS പ്രശാന്ത് ഒരു കാര്യം കൂടി പറയുകയാണ്, ചെമ്പിൽ പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാൻ, അതായത് ചെമ്പിൽ പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാൻ വീണ്ടും കൊടുത്തുവിട്ടു എന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴാണ്, ഏത് സമയത്താണ് ചെമ്പായത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ
പിന്നീട് ഈ രാഷ്ട്രീയ ആരോപണം, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ രീതിയിലേക്ക് PS പ്രശാന്ത് അടക്കമുള്ള താനടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അതായത് ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണം നടത്താതിരുന്ന SITക്കെതിരെ, അന്വേഷണ സംഘത്തിനെതിരെ രാഷ്ട്രീയ പ്രതികരണം നടത്താതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ താൻ പ്രതിയാകുന്ന ഘട്ടത്തിൽ അത് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്, മുഖ്യമന്ത്രിയുടെ തലയിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് PS പ്രശാന്ത്. നോക്കൂ മേഘ, ഒരു കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ സുഹൃത്ത് അഭിലാഷ് പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ഒരു SIT എന്ന് പറയുന്നത് SIT രൂപീകരിച്ചത് ഹൈക്കോടതിയിൽ. നോക്കൂ, ഹൈക്കോടതിയിൽ അങ്ങനെ ഇത് ഇപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ, അത് സീൽഡ് റിപ്പോർട്ടല്ലേ കൊടുക്കുന്നത്. അങ്ങനെ അന്ന് പ്രതിയായിരുന്നെങ്കിൽ പ്രശാന്തിനെ പ്രതിയാക്കാനായിരുന്നു. അന്നത്തെ SIT പ്രതിയാക്കണം. ഇപ്പം പ്രശാന്തിനെ സംരക്ഷിച്ചുകൊണ്ടൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്. ആര് ചെയ്തിട്ടുണ്ടോ, ആ കുറ്റവാളിയാണോ, ആ കുറ്റവാളികളെ ശിക്ഷിക്കണം. അത് ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി നോക്കി കാണാതെ അതൊരു ദേവാലയത്തിൽ നിന്ന് പോയ കട്ട് കൊണ്ടുപോയ ആരായിരുന്നാലും അതിന് ശിക്ഷിക്കപ്പെടണം. ഇപ്പം ഇവർ പറയുന്ന മന്ത്രിമാരെ ശിക്ഷിക്കണം, ആരാവട്ടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ശിക്ഷിക്കട്ടെ. ആരെങ്കിലും അല്ല SIT ആരാണ് വിശ്വാസം ഇല്ലാന്ന് നേരത്തെ പറഞ്ഞു? UDF അല്ലേ? UDF അല്ലേ പറഞ്ഞത് SIT വിശ്വാസമില്ല? ഇതാ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആരാണ് പറഞ്ഞത്? എപ്പോഴും നിങ്ങൾ ഇപ്പൊ എന്റെ എടുത്തിരുന്നു എപ്പോഴും പറയാൻ അത് തന്നെ. ഇപ്പൊ സ്വപ്ന നേരത്തെ അഭിലാഷ് അതല്ലേ പറഞ്ഞത്? UDFന്റെ കാലത്ത് കൈകാര്യം കെട്ടിയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം ഇഴയുന്ന സാഹചര്യത്തിലൊക്കെ UDF ഇടപെട്ടിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ. അല്ല ഞാൻ ഇപ്പൊ അഭിലാഷ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ LDFന്റെ കാലത്ത് പുരോഗതിയിൽ ഉള്ള മെല്ലെപ്പോക്കാണ് പല ഘട്ടത്തിലും അഭിലാഷ് നിങ്ങളാണെങ്കിൽ ഇപ്പൊ നോക്കൂ. അഭിലാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം SITക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും എല്ലാം ഈ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ ഈ SITയെ കൈകാൽ കെട്ടി ബന്ധിച്ചിരുന്നു എന്നല്ലേ പറയുന്നത്. ആ ഒരു ബന്ധനമൊന്നുമില്ല. ഇത് ഹൈക്കോടതിയിൽ നേരിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നാലും ഈ മുരാരി ബാബുവിൻ്റെ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഈ ലോകത്തില്ല. പ്രശാന്തായിരുന്നാലും ആരായിരുന്നാലും ശരി തന്നെ. അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് ശാസ്താവിൽ നിന്ന് കട്ടോണ്ട് പോയ സ്വർണം, ആ സ്വർണം എവിടെയാണ്? അതെവിടെയെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് SITയുടെ ജോലിയല്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ജോലിയല്ലേ? ഇപ്പൊ സാദിഖ് സാറ് പറഞ്ഞു ഇത് അദ്ദേഹം ഒരു കാര്യം അല്ല, ജയിലിനുള്ളിലായവർ അത്രയും CPM-കാരാണ്. ഇപ്പോൾ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള 7 പേർ കൂടി വരികയാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലും അതിനെ അത്ര കണ്ട് ലഘൂകരിച്ച് ഈ ഘട്ടത്തിലും അങ്ങനെ ലഘൂകരിച്ച് മുൻപോട്ട് അതായത് സംരക്ഷണം അത് PS പ്രശാന്തിന് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഒരു കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഇപ്പൊ പ്രശാന്ത് തെറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് നോക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പ്രീ എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് പ്രീ നോളജ് ഇല്ല. ഈ കാരണം ആ സമയത്ത് അധികാരത്തിലേറി ആ കാലയളവിൽ തന്നെ ഈ പ്രവർത്തികൾ ചെയ്തത് സ്വാഭാവികമല്ലേ? അദ്ദേഹത്തിന് പറ്റി 2019 ഈ സ്വർണം പൂശിയിട്ട് പറഞ്ഞുതരാം. 2019 ഇത് സ്വർണം പൂശിയിട്ട് ഈ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നത്. ആ വാറണ്ടിയിൽ ഇതിൽ വെച്ച് സ്വർണം മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വർണം പൂശാൻ കൊടുക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതാണ്. അത് അദ്ദേഹം എല്ലാ ഫയലുകളും ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളനുസരിച്ച് അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഹൈക്കോടതിയെ അറിയിച്ചില്ല എന്ന്. അന്ന് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അതിന് അംഗീകാരം കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് നോക്കൂ. അപ്പം ഞാൻ ഇത് പറയുന്നത് പ്രശാന്ത് ആയിരുന്നാലും ആരായിരുന്നാലും ഇപ്പം സാദിഖ് സാറ് പറയുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടില്ല ഇത് ന്യായീകരിക്കാൻ വന്ന ആളുകൾക്കും കൂടി മനസ്സിലായില്ലേ? അത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് 2025 നടന്നത്. അതാണല്ലോ ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയ ആ റിപ്പോർട്ടിൽ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, ആവട്ടെ, ഞാൻ പറഞ്ഞില്ല SIT അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കോടതിയിൽ ഇപ്പൊ ഞാൻ അതാണ് പല കാര്യങ്ങളും. ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട സാദിഖ് സാർ പറഞ്ഞു ഊരാളങ്ങളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഊരാളങ്ങളിനെ പറ്റി പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ RCയും LCയും KCയും ഒക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ഇന്ന് നിയമസഭയിൽ എന്താണ് പറഞ്ഞത്?
നോക്കൂ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത് ആ ഊരാളുകളെ പറ്റി. ഇപ്പം അദ്ദേഹം തന്നെ പറയാം അത് സുതാര്യമായിരുന്നു, ആ ഊരാളുകൾ കൊടുത്തിട്ടല്ല എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്തെല്ലാം ഈ ആരോപണങ്ങളല്ല ഞാൻ പറയുന്നത്. നോക്കട്ടെ, ഇപ്പോൾ ആരാണ് ഇപ്പോൾ LDF അല്ലല്ലോ ഭരിക്കുന്നത്, ഇപ്പോൾ UDF അല്ലേ ഭരിക്കുന്നത്. ശരി, വേണ്ട, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ശിക്ഷിക്കാൻ പറ്റുന്നേ. പ്രശാന്ത് പറയുകയാണ് ഇതിൽ രാഷ്ട്രീയമായി സംശയമുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, രാഷ്ട്രീയമായിട്ടുണ്ട്. നേരത്തെ പ്രശാന്ത് അങ്ങനെയാണെങ്കിൽ നേരത്തെ SIT ആണെങ്കിൽ പ്രശാന്തിന്റെ എവിടെയെങ്കിലും പ്രശാന്തിനെ പ്രതിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പം പ്രതിയാക്കി വെച്ചത്? നേരത്തെ ഈ അന്വേഷണങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയമായി ചോദ്യം ചെയ്യലിന് ശേഷം അല്ലേ അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുകയുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി കാണും അങ്ങനെ നേരത്തെ എന്നെ പ്രതിയാക്കിയിട്ടില്ല, ഇപ്പം UDF ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് എന്നെ പ്രതിയാക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പേര് ഉണ്ടെന്ന് അദ്ദേഹം അനുമാനിക്കെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പുകളെ അല്ല ഈ അന്വേഷണ സംഘം SIT എന്നുള്ള ആ സംഘം അന്വേഷണ സംഘം ഈ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകളെ അല്ല, കോടതിയെ നേരിട്ടാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം സംശയിക്കാൻ കഴിയുക? ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് LDF വെച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ കൈകാലുകൾ കെട്ടിയിട്ടിരുന്നു SIT എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. ബന്ധസ്ഥനാക്കിക്കുന്നു CPM. അപ്പോൾ CPM-ന്റെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്, അവർക്ക് വേറെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിലല്ലേ നിങ്ങളന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നേരെ തിരിച്ചു പറയുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ അത് പറയുന്നത്? അപ്പം ഞാൻ പറയുന്നത് കോടതി അത് തീരുമാനിക്കട്ടെ. കോടതിയിൽ ട്രയൽ കിടന്ന് ഇപ്പോൾ കുറ്റപത്രം കൊടുത്ത് ട്രയൽ ചെയ്ത് ഞാൻ പറയുന്ന ഒറ്റ കാരണം പറഞ്ഞു, ഞാനല്ല LDF ആയിരുന്നാലും CPM പറയുന്നത്, ഇത് കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇത് ബഹുമാനപ്പെട്ട സാദിഖ് സാർ പറഞ്ഞാൽ ആ കോപം നമ്മളെ ഈ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും SIT-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മന്ദഗതിയിലാണ് എന്ന പല നിരീക്ഷണങ്ങളും പല ഘട്ടത്തിലും പല വേളകളിലും കോടതി തന്നെ നടത്തിയിട്ടുണ്ട്. ഏത് കോടതി? ദേവസ്വം ബോർഡ് ബെഞ്ചല്ല വന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് അത് അല്ല, ദേവസ്വം ബോർഡ് ബെഞ്ച് ഇന്നൊരു അങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിയിട്ടില്ല. ഞാൻ പറയുന്നു അത് പറഞ്ഞിട്ടുള്ള കോടതി ആരാണ്? ഏത് കോടതിയാണ്? ബഹദൂരിന്റെ കോടതിയാണ് പറഞ്ഞത്. അല്ല, ദേവസ്വം ബോർഡ് ബെഞ്ച് ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മേഘ ഇല്ല, ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് വനത്ത് പരിശോധിക്കൂ. അന്ന് ഞാൻ അതാണ് പറഞ്ഞത്. ശ്രീ ബഹദൂരിൻ്റെ ഇതിൽ ജാമ്യാപേക്ഷ വന്നപ്പോഴത്തേക്കുള്ള ആ ഒരു അനുമാനമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡ് ബെഞ്ച് ഇന്നുവരെ അങ്ങനെ ഒരു സംരംഭമേ പറഞ്ഞിട്ടില്ല. അതായത് ഈ KP ശങ്കരദാസിനെ പോലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകിയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്ത് എന്നുള്ളത് കോടതി ചോദിച്ചതായിട്ട് അങ്ങേക്ക് വല്ല അറിവുണ്ടോ? എന്തുകൊണ്ട് കോടതിയല്ലേ ചോദിച്ചത്? ഏത് കോടതി? ദേവസ്വം ബോർഡിന്റെ SIT രൂപീകരിച്ചിട്ടുള്ള കോടതിയിൽ നിന്ന് ഒരു ചോദ്യവും വന്നിട്ടില്ല. വന്നത് ബഹദൂരിന്റെ അത് ജാമ്യാപേക്ഷയിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുള്ള ഇതാണ്. അത് മനസ്സിലാക്കുക. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പല ഘട്ടത്തിലും ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അതെ അതെ അത് ചോദിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോ UDF മാത്രമാണോ പറഞ്ഞത്? UDF ആണോ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് SIT-യെ പറ്റി പ്രശാന്തിനെ പ്രതികരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് സുതാര്യമാണോ അല്ലോ എന്ന് പറയുന്നത്? സർക്കാർ മാറിയപ്പോൾ നല്ല പുരോഗതി ഉണ്ട് അന്വേഷണത്തിൽ എന്നുള്ളതാണല്ലോ പറയുന്നത്. നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ നിന്നൊക്കെ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രാം തീയതി ഇന്നത്തെ ദിവസം അതിന്റെ റിപ്പോർട്ട് തന്നിരിക്കണം. ഇത് ഈസ് എ ഫൈനൽ റിപ്പോർട്ട് ഇവിടെ തന്നിരിക്കണം എന്നുള്ള രീതിയിലോ കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സർക്കാർ അധികാരത്തിൽ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒന്നര മാസമായ സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് PS പ്രശാന്ത് പ്രതിയായത് എന്നുള്ളതാണോ അങ്ങയുടെ അനുമാനം? അല്ല, അങ്ങയുടെ നിഗമനം അതാണോ? അല്ല, എന്റെ നിഗമനമല്ല. സ്വാഭാവികമായി നേരത്തെ പ്രശാന്ത് അനുമാനിച്ചൂടെ? ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പ്രശാന്ത് പ്രതിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ SIT നേരത്തെ പ്രശാന്തിനും കൂടി പ്രതിയാക്കി കൊടുക്കാറില്ലേ? ബാക്കി എല്ലാവരും പ്രതികളായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുമാനം ഉണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ
അല്ല പോട്ടെ, ഇത് PS പ്രശാന്ത് ഇത് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞതല്ല. ശ്രീ പ്രശാന്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അദ്ദേഹം ഇപ്പം എല്ലാവരും പ്രതികളാക്കാം, പക്ഷെ കോടതിയല്ലേ ഫൈനൽ ഡിസിഷൻ എടുക്കട്ടെ. എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴും ഇത് ചെയ്യാം. ശരി, ശ്രീ AK സാദിഖ്, നോക്കൂ, രാഷ്ട്രീയ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നുണ്ട് PS പ്രശാന്ത്. എത്ര കണ്ട് അതിനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും? നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1.5 മാസമേ ആയുള്ളൂ. ഈ 1.5 മാസം കൊണ്ട് PS പ്രശാന്തിനെ അങ്ങ് പ്രതിയാക്കികളയാം എന്ന് അങ്ങനെ അനുമാനിക്കാൻ കഴിയുന്നതാണോ അത്? ഇത് ഈ ഉത്തരം മുട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അദ്ദേഹം കരുതിയത് ഈ അന്വേഷണം ഇനി അദ്ദേഹത്തിലേക്ക് നീളില്ല. നേരത്തെ അറസ്റ്റ് ചെയ്തവർ 90 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പോയി, ഭരണം മാറി, അതുകൊണ്ട് ഇനി ഇത് തേഞ്ഞു മാഞ്ഞ് അങ്ങ് പോകും എന്ന് ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണും. അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വപ്നം കാണാനുള്ള അവകാശവുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു നീതിന്യായ സംവിധാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം എന്നെ ആദ്യമേ പ്രതിയാക്കാഞ്ഞ എന്താണെന്ന്. ആദ്യമേ പ്രതിയാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്കുള്ള അന്വേഷണം വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ പ്രതിയാക്കാൻ പറ്റൂ. SIT അന്വേഷിക്കാൻ തുടങ്ങിയ എന്ന് മുതലുള്ള കാര്യമാണ്. 2026 പുറമോട്ട് റിവേഴ്സ് ഗിയറിലല്ല പോയത്. 2019 വിജയമല്യ കൊടുത്ത ആ സ്വർണ്ണപ്പാളി എന്തിന് 2019 ഈ പറയുന്ന ചെന്നൈയിൽ കൊണ്ടുപോയി എന്നുള്ളിടത്ത് നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ആ സമയത്തൊന്നും പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അല്ല. അദ്ദേഹം തന്നെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ ചിലത് പുറത്തു വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹർഷീന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വയറ്റിൽ കത്തിയുടെ കാര്യം വന്നപ്പോൾ അറിയാതെ അന്നത്തെ മന്ത്രി അങ്ങ് പറഞ്ഞു പോയി, അത് എൻ്റെ കാലഘട്ടത്തിലല്ല എന്ന്. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും മറ്റേ മന്ത്രി കുറ്റക്കാരിയാണ് എന്ന് പറയുന്നതിന് തുല്യമായി. അതുപോലെ എൻ്റെ കാലഘട്ടത്തിലല്ല, 2019 ഞാൻ കോൺഗ്രസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം 2023 കോൺഗ്രസ്സിൽ നിന്നൊക്കെ മാറി വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായില്ലേ? 2023 ഇദ്ദേഹം വന്ന നാൾ തൊട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് 3ാമത്തെ കേസ് എടുക്കണമെന്ന് SITക്ക് തോന്നിയത്. അപ്പോഴാണ്. ഇനി വേറെ ചിലർ പറയും, ഞാൻ 10ാമത്തെ പ്രതിയല്ലേ, 1ാമത്തെ പ്രതിയല്ലല്ലോ. കോടതിയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ 1ാം പ്രതിയെ വെറുതെ വിടും, 10ാം പ്രതിയെ തൂക്കിക്കൊല്ലാനും പറയുന്ന എത്രയോ കേസുകൾ. ഇടത്തും വലത്തും 2 വക്കീലന്മാരിരിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോൾ കേസിലെ പ്രതിസ്ഥാനത്ത് 1 ആണോ 10 ആണോ, ആദ്യം എന്നെ പ്രതിയാക്കിയോ രണ്ടാമത് എന്നെ പ്രതിയാക്കിയോ എന്നുള്ളതൊക്കെ ഈ രാഷ്ട്രീയപരമായി തടിയപ്പാൻ വേണ്ടി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാമെന്നല്ലാതെ നിയമത്തിൻ്റെ മുന്നിൽ ഇതൊന്നും നിലനിൽക്കില്ല. എത്ര വർഷം കഴിഞ്ഞിട്ട് പിടിക്കപ്പെട്ടാലും, എത്രയെങ്കിലും വർഷം കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത ആൾ കുറ്റത്തിൽ നിന്ന് വെളിയിലാവുമോ? പുൽപ്പള്ളി വാസുവിനെ വെടിവെച്ച് കൊന്ന പോലീസുകാരൻ മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് അത് തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. എത്രയെങ്കിലും വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും പുതിയ BNS-ലും ഒന്നിലും രക്ഷപ്പെട്ടു പോകാനൊക്കില്ല. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നടത്തിയ ഒരു കൊള്ള, ആ കൊള്ള വെളിച്ചത്താകുമെന്ന് കണ്ടപ്പോൾ അടുത്ത കൊള്ള നടത്തണം. ആദ്യത്തെ കൊള്ളയ്ക്ക് ആരൊക്കെയാണോ കൂട്ടുനിന്ന് ഇതൊക്കെ സംഘടിപ്പിച്ചത് അവർ അടുത്ത ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അറിഞ്ഞോ അറിയാതെയോ ചെന്ന് വീണു. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരൊപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒപ്പിൻ്റെ ഉത്തരവാദിത്വം ഇടുന്ന ആളിന് വരും. ചില മിടുക്കന്മാർ ഈ ഉദ്യോഗസ്ഥരോട് ഒപ്പിട്ടോളാൻ പറയും, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ഉദ്യോഗസ്ഥൻ താഴെ എന്തെങ്കിലും എഴുതി ഒപ്പിടും. ഒപ്പിട്ടിട്ട് മേളിലോട്ട് വരുമ്പോൾ മറ്റേ ആൾ ഒപ്പിടും. എന്നിട്ട് കേസ് വരുമ്പോൾ പറയും, താഴത്തെ ആൾ ഇത് നിയമപരമായി കൊടുക്കാമെന്ന് എഴുതിക്കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒപ്പിടുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഇദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു സംഭവം എന്താ? ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള സ്വർണമോ അതുപോലെയുള്ള വസ്തുക്കളോ പുറത്ത് കൊണ്ടുപോകുന്നതിന് കോടതിയുടെ അനുവാദം വേണം എന്നുള്ള ഒരു സുപ്രീം കോടതി വിധിയുടെ കോപ്പി ആ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണറുടെ കയ്യിലില്ല, അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിലില്ല, ലോ ഓഫീസറുടെ കയ്യിലില്ല, ആരുടെയും കയ്യിൽ ഇല്ലായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തുക. അങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ
അന്നത്തെ അതിൻ്റെ ബന്ധപ്പെട്ടവർക്കെതിരെ അടുത്ത കേസെടുക്കണം. അതുകൊണ്ട് ഈ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ രക്ഷപ്പെട്ടു പോവുകയില്ല എന്ന് മാത്രമല്ല, വേറെ കുറേ പേരും കൂടെ പ്രതികളായി വരികയേ ഉള്ളൂ. രക്ഷപ്പെട്ടു പോകാൻ ഇതിനകത്ത് എങ്ങനെ കഴിയും? ഒരു കാരണവശാലും കഴിയുകയില്ല. കാരണം അത്ര വലിയ ഒരു കൊള്ളയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മുരാരി ബാബു മരണപ്പെട്ടു പോയി, വേണമെങ്കിൽ ഇപ്പോൾ പ്രശാന്തിന് വേണമെങ്കിൽ അതും ഒരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ. മരിച്ചുപോയ ആളിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നാൽ നിലനിൽക്കുമോ എന്ന്. അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറായി ഇരുന്നപ്പോൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ അദ്ദേഹമാണ് തുടക്കം കുറിച്ചതെന്നുള്ളത് വെച്ചിട്ടായിരിക്കാം ഒന്നാം പ്രതിയാക്കിയത്. അതുകൊണ്ട് മരണപ്പെട്ടാലും സ്ഥാനമൊഴിഞ്ഞാലും അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നിയമപരമാണെങ്കിലും ധാർമ്മികപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചാൽ ഇതുപോലെ ഒറ്റപ്പെടുമെന്നും മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മനസ്സിലാക്കണം. മറ്റൊന്ന് നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചതാണ് അല്ലേ? നമ്മൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ പോയപ്പോഴാണ് പ്രശ്നം. എന്തിനാ കാലാവധി നീട്ടിക്കൊടുക്കാൻ പോയത്? ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ആദ്യത്തെ ദേവസ്വം ബോർഡ് ചെയ്തു വെച്ച കൊള്ളയെ പിന്നീട് സ്വർണം പൂശി അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം സഹായിച്ചു കൊടുത്തു. ആ സഹായിച്ചു കൊടുത്ത ആളിന് ഒരു സഹകരണ സംഘം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണ്ടേ? അപ്പം ദേവസ്വം ബോർഡ് പഴയ മന്ത്രിമാരെയും സർക്കാരിനെയും ഒക്കെ രക്ഷപ്പെടുത്താൻ ഇദ്ദേഹം സഹായിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെയും സംശയം വരേണ്ടതാണ്. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാനേ കഴിയുകയില്ല. എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരെയാണ്. ശരി, തീർച്ചയായും മറുപടി പറയേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് അഭിലാഷ്, ഒറ്റ കാര്യം കൂടി. അതായത് ഇത്രയും നാൾ CPM വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ SIT ഇപ്പോൾ PS പ്രശാന്ത് ആ പ്രതിസ്ഥാനത്തേക്ക് പ്രതിപട്ടികയിലേക്ക് വരികയാണ്. ആ സമയത്ത് ഇങ്ങനെ സംശയം, അതിന് എത്രത്തോളം നമുക്കതിനെ മുഖവിലക്കെടുക്കാൻ കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ അദ്ദേഹം ഹാജരാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ കോൺഗ്രസിന് നിങ്ങൾ UDF ഈ SIT അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംശയം ഉണർത്തിയപ്പോൾ അല്ലെങ്കിൽ സംശയം അത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് പല കാരണങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് SIT ചില സമ്മർദ്ദങ്ങളിൽ വഴിപ്പെട്ടിരുന്നു. ആണോ? അത് ആ സമയത്ത് ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു. ആ സമ്മർദ്ദനത്തിന് വഴിപ്പെടാതെ സമ്മർദ്ദമുണ്ടായിരുന്നു. ചില ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന്റെ വ്യക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമ്മർദ്ദമില്ല. SITക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയാണ് പ്രശാന്തിനെ പ്രതിപട്ടികയിൽ വന്നത്. നോക്കൂ മേഘ, ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ള 3 പ്രസിഡന്റുമാർ, ഒന്നാമത്തെ പ്രസിഡന്റ് പത്മകുമാർ, രണ്ടാമത്തത് N വാസു, അടുത്തത് പ്രശാന്ത് കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ അറിഞ്ഞുകൊണ്ട് ഇതിലെ വൻ സ്രാവുകൾ കൂടിയുണ്ട് ഇതിൽ കുടുങ്ങുവാൻ. ഇത് CPMന് വ്യക്തമായ പങ്കുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. ഞങ്ങൾ അന്നു മുതൽ ആരോപിക്കുകയാണ്. അതുകൊണ്ട് CPMന്റെ കൂടെ വ്യക്തമായ പങ്ക് ഈ സ്വർണ്ണക്കൊള്ളയിലുണ്ട്. 3ാമത്തെ ഭരണസമിതി പ്രസിഡന്റാണ് ഇന്നത് ആ കേസിൽ പ്രതിയാകാൻ പോകുന്നത്. മറ്റ് 2 പ്രസിഡന്റുമാരും ജയിലിനകത്തായിരുന്നു. ഏകദേശം 90 ദിവസമാണ് ജയിലിലായിരുന്നത്. ഇതിപ്പോൾ 3ാമത്തെ പ്രസിഡന്റ്. അതുകൊണ്ട് വ്യക്തമായി മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ ഗവൺമെന്റിലെ ഉന്നതന്മാർക്കും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അട്ടിമറിച്ച ഉന്നതന്മാർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. മേഘ, ഓക്കെ, വ്യക്തമാണ്. CPM പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം പോകുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ കടുത്ത പ്രതിരോധത്തിലേക്ക് പോവുകയാണ് CPM. ഇനി അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്കോ എന്നുള്ളതായിരുന്നു ചോദ്യം. ചർച്ചയിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റുകൾക്കും നന്ദി പറയുകയാണ്. ബിഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.